സങ്കീർത്തനം 83. ആസാഫിന്റെ ഒരു സങ്കീർത്തനം, ഒരു ഗീതം. ദൈവമേ, മിണ്ടാതെയിരിക്കരുതേ. ദൈവമേ, മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ, നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു. നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവീൻ, ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതവണ്ണം നാം അവരെ മുടിച്ചു കളക. അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇശ്മായേല്യരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗയ്യരും കൂടെ ഗബാലും അമ്മോനും അമാലേക്കും ഫിലിസ്ത്യ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിങ്കൽ വെച്ച് സീസരയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ. അവർ എൻദോരിൽ വെച്ച് നശിച്ചുപോയി. അവർ നിലത്തിന് വളമായി തീർന്നു. അവരുടെ കുലീനന്മാരെ ഓരേബ്, സേബ് എന്നവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബഹ്, സൽമുന്ന എന്നവരെ പോലെയും ആക്കേണമേ. നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞുവല്ലോ. എന്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിർ പോലെയും ആക്കേണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. നിന്റെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ. യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനെന്ന് അറിയും.